എന്നെ അങ്ങ് വിട്ടേക്ക്. ഗോപാലേട്ടൻ, ഞാനാ. മിണ്ടരുത്, പോ, പുറത്തു പോയെ. വാ ശാരദാമ്മേ. ശാന്തെ നിക്ക്. വിളിച്ചോണ്ട് പോ. ഗോപാലേട്ട വന്നേ, വാ നമുക്ക് പോവാം. ഗോപാലേട്ട ആരും അന്വേഷിക്കാനില്ലാത്ത ഇവിടെ മറ്റുള്ളവരുടെ പ്രശ്നം. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ? പോയി ചാവടോ. വാ ശാന്തേ. നിക്ക് ശാന്തേ. എന്താ എന്താ ശാരദാമ്മേ? അത് ഗോപാലേട്ടന്റെ പ്രശ്നം ഹെഡ് നഴ്സ് ഏലിയമ്മയല്ലേ ശാന്തയോട് പറഞ്ഞത്? ഏലിയമ്മ ഒന്ന് കണ്ടിട്ട് പോവാം. എന്തിനാ ശാരദാമ്മേ ഇതൊക്കെ കേട്ടിട്ട്? സിസ്റ്ററെ, ഈ ഹെഡ് നഴ്സ് ഏലിയമ്മ ഇല്ലേ ഇവിടെ? ഉണ്ട്, കുറച്ച് തിരക്കില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണം. ശാരദാമ്മേ കാത്തിരിക്കേണ്ടി വരും. ശാന്ത, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ പോവാ. ശാന്തയ്ക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ. അങ്ങനെ അങ്ങനെ നമുക്ക് നൂലുകെട്ടിന് ഒരുങ്ങണ്ടേ? അച്ഛന്റെ ചക്കരയല്ലേ? കോടതിയിൽ വാദിക്കും പോലെ ഒഫീഷ്യലായിട്ടൊന്നും അല്ല അർജുനേട്ടാ. ഇത്തിരി സ്നേഹമായിട്ടൊക്കെ പറയണം. അതെ, എനിക്കിതിൽ അത്ര മുൻപരിചയമൊന്നുമില്ല കേട്ടാ. പിന്നെ മുൻപരിചയം ഉണ്ടായിട്ടല്ലേ ഓരോരുത്തരും അച്ഛന്മാരാകുന്നേ. വാവേ, എന്റെ ചുഞ്ചരി കുട്ടി. പ്രീതി, ഒരുങ്ങി കഴിഞ്ഞോ? ആഹാ, ചുണ്ടരിക്കുട്ടി ഒരുങ്ങി കഴിഞ്ഞോ? പിന്നല്ലാതെ ഞങ്ങൾ എപ്പോഴാ റെഡിയായി. വാ 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 വാ. കണ്ട അർജുനേട്ടാ, അവൾ അതിന് ശാലിനിയോട് മറുപടി പറഞ്ഞത്. ഇതുപോലെ വേണം കുഞ്ഞുങ്ങളോട് ഇടപെടാൻ. ശാലിനിക്ക് അമ്മയായി മുൻപരിചയം ഉണ്ടായിട്ടാണോ? അതെങ്ങനെയാ? ക്രിമിനലുകളായിട്ടല്ലേ കൂടുതൽ ഇടപാട്. ശരിയാ, ഞാൻ കൂടുതൽ ഇടപെടുന്നത് നീയായിട്ടല്ലേ? പൊക്കണം. അതെ, രണ്ടാളുടെയും പ്രേമമൊക്കെ പിന്നെ നമുക്ക് താഴോട്ട് ചടങ്ങിന് പോവാമോ? മക്കളെ, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? പിന്നല്ലാതെ ഞാനല്ലേ അച്ചവിടെ. എന്റെ വിശ്വാസതാ മോനെ. രാഘവേട്ടാ, ആളുകളൊന്നും കണ്ടില്ലല്ലോ. സമയാവുന്നല്ലേ ഉള്ളു ഭാമേ, എല്ലാരും എത്തിക്കോളും. ഇനി ആർക്കെങ്കിലും നേരിട്ട് ചെന്ന് ക്ഷണിക്കാത്തതിന്റെ പരിഭവം ഉണ്ടാവോ? ഓ, അതൊക്കെ പണ്ടായിരുന്നു ഭാമേ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഫോണിലൂടെ ക്ഷണിക്കുന്നതാ ക്ഷണിക്കപ്പെടുന്നവർക്കും താല്പര്യം. നമ്മൾ നേരിട്ട് എന്ന് കണ്ടാലേ നമുക്കിപ്പോ അവരുടെ സമയം പോവില്ലേ? നമ്മളോട് സംസാരിക്കാനും സൽക്കരിക്കാനും ഒക്കെ അവരും കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കണ്ടേ? അമ്മ, അത് അച്ഛൻ പറഞ്ഞ കറക്റ്റാ. എന്റെ അമ്മ നമ്മൾ ക്ഷണിക്കാൻ ചെല്ലുമ്പോഴേ അവിടെ വീട്ടിലാണോ ഓഫീസിലാണോ നമുക്കറിയില്ലല്ലോ. നമ്മൾ നേരിട്ട് എന്ന് കാണാൻ പറ്റിയില്ലെങ്കിലേ പിന്നെ അവർക്ക് അതൊരു കുറ്റബോധമാവും. അതെ തന്നെ. ഇനിയിപ്പൊ നേരിട്ടാണ് വിളിക്കണെങ്കിലോ അവിടെ വരാൻ താല്പര്യമില്ലാത്തവർക്കും വരേണ്ടി വരുമോ എന്നുള്ളൊരു കുഴപ്പം വേറെ അല്ലച്ചാ. അതും ശരിയാ. പക്ഷെ ഒരു ഫോണോ മെസ്സേജോ ഒക്കെ ആവുമ്പം പെട്ടെന്ന് മറന്നു പോവില്ലേടാ? എന്റെ അമ്മ അതിന് വഴിയുണ്ടല്ലോ. അതെ, ഈ തലേ ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലായിട്ടെ നമ്മളൊരു മെസ്സേജ് അങ്ങോട്ട് അയക്കും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോ ഗുഡ് മോർണിംഗ് മെസ്സേജിനൊപ്പം ഒരു ഓർമ്മപ്പെടുത്തലൂടി. അത്രേ ഉള്ളൂ. പിന്നെ കണ്ടില്ല മറന്നുപോയിന്നൊന്നും ആരും കംപ്ലൈന്റ് പറയില്ലല്ലോ. അതൊക്കെ നീ ചെയ്തിട്ടുണ്ടല്ലോ.
എന്റെ അമ്മ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെന്തത്ര ടെൻഷൻ? അച്ചിടാ എന്തിടാ ആഹാ വന്നല്ലോ ഇന്നത്തെ താരം. ഓ ആഹാ രാവിലെ തന്നെ ആന്റിയുടെ കൂടെ പറ്റിക്കൂടിയോ? ചൂടാ ഇങ്ങോട്ട് വാ നോക്കട്ടെ. വാ, 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 വാ. ഡാന്റെ മുത്തശ്ശി വാവേ. ഓ ഓ ഓ ഓ ഓ എന്തിടാ? ഒരുങ്ങി നല്ല സുന്ദരിയായല്ലോ. അച്ഛൻ വാങ്ങിക്കൊടുത്ത ഉടുപ്പാ. ആഹാ നന്നായിട്ടുണ്ട്. ഭാമേ, നീ എന്റെ പൊന്നെന്ന് കാണിച്ചേ. മോളെ ഒന്ന് കാണിക്കേ. മുത്തശ്ശൻ എന്റെ ചക്കരക്കുട്ടിയുടെ നൂല് കിട്ടാണോ ഇന്ന്? യൂട്യൂഡു കണ്ട കണ്ട അവൾ കാര്യം മനസ്സിലായണ്ടോ? ഇങ്ങോട്ടല്ലേക്ക് ഇങ്ങോട്ട് വാ ശാലിനി. ഡാന്റെ അമ്മ ഓ ഓ ഓ ഓ അമ്മ അമ്മ ഓ സത്യാമ്മ ഞാൻ കിച്ചണിലേക്ക് ഒന്ന് ചെല്ലട്ടെ. അതിഥികളൊക്കെ വന്നു തുടങ്ങാറായില്ലേ? ശാലിനി കുഞ്ഞ് എന്നോട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അവിടെ ഇനി ജോലിയൊന്നും ബാക്കിയില്ല. പുലർച്ചെ തന്നെ ഒരാൾ എഴുന്നേറ്റ് ആ ജോലിയൊക്കെ തീർത്തു വെച്ചു. സത്യാമ്മയോ? മരുമോളെ കിച്ചണിൽ കയറ്റാതിരിക്കാനുള്ള അമ്മയുടെ അടവ് കൊള്ളാം. എന്നും നമുക്ക് വേണ്ടി ഇവളല്ലേ കഷ്ടപ്പെടുന്നത്. ഇന്നൊരു ദിവസം ഇവൾക്ക് റെസ്റ്റ്. എന്നാലും സത്യമ്മ ഒരു കുഴപ്പമില്ല മോളെ. ഇവളുടെ നൂലുകെട്ടാണെന്നുള്ള സന്തോഷത്തിലെ ഇന്നലെ രാത്രി നേരെ ചൊവ്വ ഉറങ്ങിയിട്ടില്ല. പുലർച്ചെ എഴുന്നേറ്റു. പിന്നെ ചെയ്യാൻ എന്തെങ്കിലും ജോലിയൊക്കെ വേണ്ടേ? സത്യാമ്മേ, വരണം വരണം. ഓ ഓ ഇതാ ഞങ്ങളുടെ തങ്കക്കട്ടി. ഇങ്ങ് തന്നെ. സത്യാമ്മയെ പറിച്ചു വെച്ചതുപോലെ ഉണ്ടല്ലേ? ഇന്നലെ ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോസിനൊപ്പം ഈ കോസ്റ്റ്യൂം കൂടി ആവുമ്പോൾ സംഗതി തകർക്കും. രോഹിത് ഒരു മുഴുക്കുടിയനാണെന്നും എന്റെ ജീവിതം കുളം തോണ്ടുമെന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. രോഹിത്തെ, നീ കെട്ടി ഈ കൊലക്കയർ പൊട്ടിച്ചിരിക്കും സുസ്മിത. പ്ലാനിങ്ങിന് നിന്നേക്കാൾ മിടുക്കി ആരാ സുസ്മിതേ? സത്യാമ്മയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. ഫംഗ്ഷന് വേണ്ടി ഇവളെ സെലക്ട് ചെയ്തത് ശാലിനി. അല്ല സത്യാമ്മേ, കുഞ്ഞിന്റെ ജനനം ഹോസ്പിറ്റലായിരുന്നില്ലല്ലേ? ഹോസ്പിറ്റലായിരുന്നെങ്കിൽ ഒരുപക്ഷെ രണ്ടാളെ ഒന്നിച്ച് കിട്ടില്ലായിരുന്നു. അതിനേക്കാൾ ജാഗ്രതയുള്ള കൈകളാ പ്രസവം എടുത്തത്. ശാരദാമ്മ, പിന്നെ ശാലിനി. സത്യാമ്മയ്ക്ക് ഇപ്പൊ മരുമോളോടുള്ള സ്നേഹം കൂടിയോ? എന്ത് പറഞ്ഞാലും ശാലിനി കൂടിയൊന്നുമല്ല, നേരത്തെ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓ, പുറത്ത് കാട്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അല്ല,
ഭാമയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അല്ല, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? എന്തായാലും കുഴപ്പമില്ല സത്യാമ്മ. ആ, പൊന്നി എവിടെ? ഞാൻ എടുത്തിട്ട് വരാം സത്യാമ്മ. വേണ്ട മോളെ, പറഞ്ഞില്ലേ നീ ഇന്ന് ഒരു ജോലിയും ചെയ്യണ്ടെന്ന്. അല്ല അത് അവിടെ ഇരിക്കും. എന്റെ മോളെ, എന്തായാലും നിന്റെ കാര്യം പോക്കാ. നിന്നെ അവൾ സ്നേഹിച്ചുല്ലോ. ശാലിനി, എന്താ പുറത്തേക്ക് നോക്ക് നോക്ക്. ശാലിനി, മിണ്ടി പോരുത്. ശാലിനി എന്താ ഇങ്ങോട്ട് ഓടി? ശാലിനി, ശാലിനി എന്താടി ഇത്? കയ്യാങ്കളിയോ? എനിക്ക് കൈ വെക്കണമെന്ന് തോന്നാത്തത് നിന്റെ ഭാഗ്യമായിട്ട് കൂട്ടിക്കോ സുസ്മിത. തൽക്കാലം എനിക്ക് അതിനുള്ളൊരു മൂടില്ല. എന്ന വഴി മാറടി. നിക്കടി. അങ്ങനെ അങ്ങ് പോയാലോ? നിന്റെ പ്രശ്നം എന്താന്ന് പറ. ഭാമാനെ ക്ഷണിച്ചിട്ടാ ഞാൻ വന്നേ. എടി, സത്യാമ്മ ക്ഷണിച്ചത് മര്യാദ. പകരം ആ മര്യാദ തിരിച്ചങ്ങോട്ടും കാണിക്കണം. ഞാനിപ്പോ എന്ത് മര്യാദക്കേട് കാണിച്ചെന്നാ? എടി, ഇതെന്തൊരു വേഷമാടേ ഇത്. നീ എന്താ ഉറക്കപ്പായി എഴുന്നിട്ട് നേരെ ഇങ്ങോട്ട് പോന്നോ? ആ, എനിക്കിതേ ഉള്ളൂ. എന്റെ ഭർത്താവ് ഒരു പാവൻ ഡ്രൈവറാ. പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളല്ല. എടി, ഒരു ചടങ്ങിന് പോകുമ്പോ കൊള്ളാവുന്ന ഒരു സാരി എടുത്തു കൊടുക്കാൻ ഭർത്താവ് കുബേരനാവണമെന്നൊന്നും ഇല്ല സുസ്മിത. എനിക്കുള്ളതിൽ ഏറ്റവും നല്ല സാരി തന്നെ ഞാനിപ്പോ കൊടുത്തിരിക്കുന്നത്. ദേ സുസ്മിത, നിനക്കുള്ള മറ്റെല്ലാ സാരികളും ഇതിനേക്കാളും നല്ലതാണെന്ന് എനിക്കറിയാം. ഇനിയിപ്പൊ നിനക്കൊരു സാരി വേണമെന്ന് പറഞ്ഞ എന്ത് വില കൊടുത്തും രോഹിത് അത് വാങ്ങിച്ചു തരുമെന്ന് എനിക്കറിയാം. പിന്നെ ആരെ കാണിക്കാനടി ഇതും ചുറ്റി വന്നിരിക്കുന്നെ? നിനക്ക് എന്റെ പല സാരിയും കാണുമ്പോ നല്ലതായിട്ട് തോന്നുമായിരിക്കാം. പക്ഷേ എനിക്കിതാ നല്ലതായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിത് കൊടുത്തു. നിനക്കിഷ്ടപ്പെടുന്നതല്ലോ, എനിക്കിഷ്ടപ്പെടുന്നതല്ലേ ഞാൻ കൊടുക്കേണ്ടത്. സുസ്മിതേ, സത്യാമ്മേ നീ നാണം കെടുത്തുക. പറഞ്ഞല്ലോ, എനിക്കിതേ ഉള്ളൂ. നിന്റെ സത്യാമ്മയ്ക്ക് അത്രയ്ക്ക് നാണക്കേടാണെങ്കിൽ എന്നെ ഈ ചടങ്ങിന് ക്ഷണിക്കരുതായിരുന്നു. അല്ലെങ്കിൽ അതുപോലൊരു പിച്ചക്കാരന് എന്റെ കൈ പിടിച്ചു കൊടുക്കരുതായിരുന്നു. നിന്റെ ഉദ്ദേശം എനിക്ക് നേരത്തെ മനസ്സിലായി. സഹതാപ തരംഗ. അതൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല സുസ്മിതേ. ആ, നിനക്ക് മനസ്സിലായല്ലോ. നല്ല കാര്യം. ഇനി എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. മര്യാദയ്ക്ക് സാരി മാറ്റിട്ട് പോണം. നീ പറഞ്ഞാൽ ഉടനെ തന്നെ അങ്ങ് സാരി മാറ്റാൻ പോവല്ലേ ഇപ്പൊ ഞാൻ? എന്റെ പട്ടി മാറ്റുവടി. അപ്പൊ നീ തീരുമാനിച്ചുറപ്പിച്ചതാ? ആണെന്ന് പറഞ്ഞില്ലേടി. അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാരി മാറ്റിക്കാൻ പറ്റുമെന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എടി കുഞ്ഞേ, ഞാൻ എവിടെയൊക്കെ നോക്കി. ദാ ചായ എടുത്തോളൂ. എനിക്കിപ്പോ വേണ്ട. അതെ, നിന്റെ പിടിവാശി തന്നെ നടക്കട്ടെ. നീ സാരി മാറുന്നില്ലെങ്കിൽ വേണ്ട. ചായ എടുത്ത് കുടിക്കേ. നടന്ന് ക്ഷീണിച്ചതല്ലേ.
പിന്നെ സുസ്മിതേ, അയ്യോ അയ്യോ സോറി സുസ്മിത, അറിയാതെ പറ്റിയതാ. ഷോ, നീ മനഃപൂർവ്വം ചെയ്താന്ന് എനിക്ക് മനസ്സിലായിടി. എന്നെ കൊണ്ട് സാരി മാറ്റിക്കാനല്ലേ? പക്ഷേ നീ അളക്കുന്നതിലും മേലെയാ സുസ്മിത. ഞാൻ ഈ സാരി മാറ്റാൻ പോകുന്നില്ല. അതെ, ഇനി സാരി മാറ്റണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. എടീ, ഇതൊടുത്തോണ്ട് ഇന്നത്തെ ദിവസം നീ ഇതുവഴി നടന്ന നിന്റെ തലയ്ക്കോളമാണെന്നേ എല്ലാവരും കരുതും. വേണമെങ്കിലേ നിന്റെ 2 ചെവിയിലും ഫിറ്റ് ചെയ്യാൻ ചെമ്പരത്തി കൂടി ഞാൻ സംഘടിപ്പിച്ചു തരാം. എടീ, ഈ കോലത്തിൽ നിന്ന് നീ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്നെ പിടിച്ചേ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയുള്ളൂ. ആ നിലവിലെ ശബ്ദമൊക്കെയുള്ള വണ്ടി വിളിച്ച്. കുഴപ്പമാണല്ലോ. ഞാൻ രോഹിത്തിനെ പറ്റി പറയാൻ പോകുന്ന കാര്യം ഭാമാന്റി വിശ്വസിക്കില്ലേ? പിന്നെ ഞാൻ ഈ പണിപ്പെട്ടതൊക്കെ വെറുതെ ആവും. ഇല്ല സുസ്മിതേ, ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്ക് അങ്ങനെ എന്തോ പറയാനുണ്ടെന്ന് ഇവക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് ഭാമാന്റിയോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു പിടിപ്പിക്കാനില്ല. അതിന് വന്നതല്ല ഞാൻ. നീ വന്നത് എന്തിനാന്നൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം സുസ്മിത. ഈ മൈൻഡ് റീഡിംഗ് എന്നൊരു കല അഭ്യസിച്ചോണ്ടിരിക്കുക ഞാൻ. നിന്റെ മനസ്സ് വായിക്കുമ്പോൾ കാണുന്നത് മുഴുവൻ ദുഷ്ടതരങ്ങളും ക്രൂരതകളും ആണെന്ന് മാത്രം. ഒരുമാതിരി നരകത്തിലേക്ക് നോക്കുന്ന പോലെ. എന്നാ നീ ചെല്ലേ സത്യമ്മയുടെ അടുത്തേക്ക്. കുഴഞ്ഞല്ലോ. ചെല്ല് ചെല്ല് ചെല്ല്. ശാലിനി, എനിക്ക് മാറാനൊരു നിനക്ക് മാറാനൊരു സാരിയോ എന്തേലും ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറ. സാരി. അങ്ങനെ പറ. അപ്പൊ ഒരു സാരി. ഇതെന്താ? സാരിയും അതിനുള്ള മാച്ചിങ് ഓർണമെന്റ്സും. ഇത്രയും നല്ലതൊന്നും വേണമെന്നില്ല. ഇത് ഉടുക്കാമെങ്കിൽ ഉടുത്താ മതി. നീ അതിന്റെ കൂടെ ഈ ആഭരണങ്ങളും കൂടി ഇടണം. അല്ലെങ്കിലേ ചായ വീണ സാരി തന്നെ ഉടുത്താ മതി. പിടിച്ചോ. അല്ല, പെട്ടെന്ന് മാറിക്കോ. സത്യമ്മ ചടങ്ങ് തുടങ്ങുമ്പോ നിന്നെ അന്വേഷിക്കും. ഞാൻ പുറത്തുണ്ടാവും. ഓക്കെ? പെട്ടെന്ന് പെട്ടെന്ന്. ശാരദാമ്മേ, അതെ, ആളെ കണ്ടോ? ഓ, കണ്ടു. എന്നിട്ട് ഏലിയാമ്മ നഴ്സ് പറഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങള്. അയാൾക്കൊരു അസുഖം അവശതയുള്ളതായിട്ടൊന്നും ഞങ്ങക്ക് തോന്നിയില്ല. അല്പ അഹങ്കാരത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ശാന്തേ, ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ പറയാതിരിക്കുന്ന ശാരദാമ്മേ? അപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഗോപാലകൃഷ്ണൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാ പെരുമാറുന്നേ. പുറത്തുനിന്ന് ആര് കാണാൻ വന്നാലും ഒരു വെട്ടുപോത്തിന്റെ സ്വഭാവമാ കാണിക്കുന്നേ. ഒരു കാര്യവും ഇല്ലാതെ ആൾക്കാരെ പിണക്കി വിടും. രാജേശ്വരിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതൊക്കെയോ അമ്പലങ്ങളിലായിരുന്നു അത്രേ കുടിപ്പാർപ്പ്. ആ സമയത്തും പരിചയക്കാരോടൊന്നും ഒരു സമ്പർക്കവും ഇല്ലായിരുന്നു. പക്ഷേ ആരോടും വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകാറില്ലായിരുന്നു എന്ന് മാത്രം. പക്ഷെ ഇവിടെ എത്തിയപ്പോ സ്വഭാവം ആകെ മാറി. എന്താ ഏലിയമ്മേ ഗോപാലേട്ടന്റെ അസുഖം? TB ആന്നേ.
പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ക്ഷയരോഗം അല്ല, അതിന്റെ പുതിയൊരു വകഭേദം. അപൂർവമായിട്ട് ഇത് കണ്ടുവരാറുള്ളൂ ആൾക്കാരില്. പൂർണ്ണമായിട്ട് ഭേദപ്പെടാനും ബുദ്ധിമുട്ടാന്നാ ഡോക്ടർമാര് പറയുന്നേ. അല്ല, ഭേദപ്പെടണമെന്ന് ഗോപാലകൃഷ്ണൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അസുഖം അയാളെയും കൊണ്ടേ പോകുന്നാ പറയുന്നേ. അതെല്ലാരോടും പറയുകയും ചെയ്യും. ദേവി, ചികിത്സയ്ക്കൊന്നും ഗോപാലകൃഷ്ണന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും അമ്പലനടയിൽ കിടന്നു മരിക്കാനായിരുന്നത്ര അയാളുടെ താല്പര്യം. അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആരോടും പറഞ്ഞില്ല. ഒടുവിൽ റോഡിൽ എവിടെയോ ബോധം കെട്ട് കിടന്നപ്പോ വഴിയാത്രക്കാരാ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നിട്ടും പലതവണ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അവശത കൂടി എവിടെയെങ്കിലും കിടക്കുമ്പോ പോലീസോ ആരോഗ്യ പ്രവർത്തകരോ ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കും. ഒടുവിലൊടുവിൽ ഗോപാലകൃഷ്ണൻ എന്നെ മനസ്സിലായി ഇറങ്ങിപ്പോയിട്ട് കാര്യമൊന്നുമില്ലാന്ന്. അങ്ങനെ ഇവിടെ തന്നെയായി കിടപ്പ്. ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ.